ഇതൊക്കെ കൊണ്ട് അങ്ങോട്ട് ചെന്നാ ഇച്ചായന്റെ വാലിക്കണം കേട്ടോണം. ആ അത് ഞാനല്ലേ ഇവിടെ കേൾക്കുന്നത്, നീ അല്ലല്ലോ. ഓ എന്നാ കേട്ടോ, നിങ്ങളുടെ തടി അത് കുറയട്ടെ. ഇച്ചായൻ ചേട്ടത്തി ഇച്ചായനും ചേട്ടത്തിക്കും എന്റെ ചിന്നുമോൾക്കും നമോ ഭാഗം. ഇതാ പിടിമോളെ. മര്യാദയ്ക്ക് മനുഷ്യന്റെ ഭാഷയെ സംസാരിക്കണം. കാതികം പോലും ഇച്ചിരി റബ്ബർ ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകുന്നുണ്ട് ഇച്ചായ. എന്നതാടാ ഇതൊക്കെ? ഇത്രയും ദൂരത്തുനിന്ന് ഇതെല്ലാം കെട്ടിപ്പേരി കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ ഇല്ലാത്തതാണോ ഇതൊക്കെ? ഒന്നും പറയട്ടെ എന്റെ ചേട്ടത്തി, ടിവിയിലെ ന്യൂസ് കണ്ടതും പിന്നെ ഇച്ചായനെ ഇരിക്കപ്പുറത്തില്ല. അതെ, ഈ ഇച്ചായന്റെ ഈ കൊച്ചരിയൻ ഉണ്ടല്ലോ, നമ്മുടെ റബേക്ക മോള് ഗോൾഡ് ഒന്ന് അടിച്ചെടുക്കാൻ എന്തൊക്കെ നേർച്ചകളാ നേർന്നേന്നറിയോ? ഔസേപ്പ് പുണ്യാളിന് ഒരു ഊട്ട് നേർച്ച, ഗീവർഗീസ് പുണ്യാളിന് ഒരു പൂവൻകോഴി നേർച്ച, സെബാസ്റ്റിനോസ് പുണ്യാളിന് ഒരമ്പ് നേർച്ച, കൊച്ചു ത്രേസ്യ പുണ്യാളത്തിക്ക് ഒരു പൂമാല നേർച്ച. കൂട്ടത്തിൽ ഞാനും ഒരു നേർച്ച നേർന്നതാ. പക്ഷെ ഇട്ടിച്ചിന് അതിന് സമ്മതിക്കുന്നില്ല. എന്താ അതോ ഒരേ ഒരു മെഴുകുതിരി. ഇട്ടിച്ചൻ പറയാ അത് മാത്രം പറ്റത്തില്ല. അതെന്താടാ? നേർന്നതൊരു മെഴുകുതിരിയാ, അതും അങ്ങ് വത്തിക്കാൻ പള്ളിയിലെ റോമിലെ ഒരു മെഴുകുതിരി നേർന്ന് ചുളിവിൽ റോം കാണാനുള്ള ശ്രമമായിരുന്നു. ഇതേതാ മുതലെന്നറിയോ? എന്തായാലും അവള് നേർന്നതല്ലേ, നീ അതങ്ങ് സാധിച്ചു കൊടുക്കും. എന്റെ ഇച്ചായ വത്തിക്കാനല്ലോ. ഞാൻ പറഞ്ഞ അതല്ലടാ, ഇവിടുത്തെ ഇടവകയിൽ കർത്താവിന്റെ തിരുഹൃദയത്തിന് മുന്നിൽ ഒരു മെഴുകുതിരി. ഇവിടുത്തെ വത്തിക്കാനിൽ അത് പിന്നെ അച്ചായോ, നാളെ അല്ലയോ നമ്മുടെ കൊച്ചു വരുന്നേ. ഒരു ജീപ്പും പിടിച്ച് നമുക്കെല്ലാം കൂടെ എയർപോർട്ടിലോട്ട് അങ്ങ് പോയാലോ? അങ്ങനെ ഒരു ആഗ്രഹം ഞാനും ഇച്ചായനോട് പറഞ്ഞതാ. സമ്മതിക്കണില്ല. വേണ്ടടാ, അവളിപ്പോ ഗവൺമെന്റിന്റെ സ്വത്താ. വിമാനം ഇറങ്ങുമ്പോ എന്റെ മോളെ സ്വീകരിക്കാൻ മന്ത്രിയും MP-യും MLA-യും കളക്ടറും ഒക്കെ ഉണ്ടാവും. നമുക്ക് നമ്മുടെ നാട്ടുകാരോടൊപ്പം ഈ മലമൂട്ടി വെച്ച് അവളെ ഏറ്റുവാങ്ങാം. അതും മതി. എന്റെ പരസ്യക്കടവ് മുത്തപ്പ, എന്നും ഇങ്ങനെ നോട്ടുകൾ എണ്ണാനുള്ള ഒരു യോഗം എനിക്കുണ്ടാകണമേ. അടുത്ത ജന്മമെങ്കിലും എനിക്ക് റിസർവ് ബാങ്കിന്റെ ഗവർണർ ആകണ്ട, ഒരു തൂപ്പുകാരനായിട്ടെങ്കിലും ജനിപ്പിച്ചാൽ മതിയായിരുന്നു. ഒന്നിങ്ങോട്ട് വാടാ. ആഹാ, അല്ല ഇതാര് രാമേട്ടനോ? രാമേട്ടനോ? സോറി, രാമൻ നായരേട്ടൻ. എങ്ങോട്ടാ ഇത്? പഴയ പത്രക്കെട്ടൊക്കെ ആയിട്ട്. ഈ പഴയ പത്രക്കെട്ട് ബീവറേജ് കൊണ്ട് കൊടുത്താൽ നല്ല കാശ് കിട്ടും. ആട്ടെ, കാലത്ത് തന്നെ നീ ഏതവന്റെ പണപ്പെട്ടിയാടാ കുത്തി തുറന്നത്? ദേ, ഈ കറൻസിയിൽ കാണുന്ന പല്ലില്ലാതെ ചിരിക്കുന്ന മഹാത്മാവാണ് സത്യം. ഇത് പരിശുദ്ധമായ കാശാണ്. പല്ലില്ലാതെ ചിരിച്ചാൽ മഹാത്മാവെങ്കിൽ ഞാനൊരു മഹാത്മാവാണോ? അതെ, എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്. ഒന്ന് നിക്കടോ, നീ എങ്ങോട്ടപ്പ പോണത്? എന്റെ രാമൻ നായരേട്ട, കരയോഗക്കാര്, ശാഖക്കാര്, വിശ്വകർമ്മ പരിഷത്തുകാരും എന്ന് വേണ്ട പാൽ സൊസൈറ്റി വരെ പിരിവെടുത്ത് ഏൽപ്പിച്ച കാശായത്. നിന്നെ വിശ്വസിച്ചോ? എനിക്കും അതാ മനസ്സിലാകാത്തത്. ആട്ടെ, എന്താ കാര്യം? നമ്മുടെ ഉതുപ്പേട്ടന്റെ മകൾ റബേക്കയ്ക്ക് ഇന്നല്ലേ പൗരസമിതി സ്വീകരണം, അറിഞ്ഞില്ലേ? അറിഞ്ഞു. തെക്കുന്ന് കത്തിയും കൊന്തയും കുന്തവും കൈക്കോട്ടുമായി കുറെ ചേട്ടന്മാരും പായും കലവും തലയിലേറ്റ് വിശരവിടപ്പെട്ട് കുറെ ചേട്ടത്തിമാരും. ഇതുങ്ങളെല്ലാം കൂടി കിഴക്കമല സ്വന്താക്കിയിട്ടേ കുടിയേറ്റക്കാരി ഇപ്പൊ ജന്മികളായി. ജന്മി ഇപ്പൊ കുടിയനായി. സോറി, കുടിയാനായി. അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചത്. എന്താ ശരിയല്ലേ? ഈ ഫീലിങ്സ് ഒന്ന് മാറ്റാൻ ഒരു 2 എണ്ണം അടിക്കണം. അടിപാറ്റയ്ക്ക് ഇപ്പൊ ഒരു ബസ് ഉണ്ട്, നീ ഇതൊന്ന് ബസ്സിൽ താങ്ങി വെച്ച് തരണം. ഇത് താങ്ങിയാൽ ഇതിന്ന് താങ്ങാനുള്ള സമയം കിട്ടില്ല. അപ്പൊ ബൊക്കെ വാങ്ങാൻ നീ അടിപാറ്റയ്ക്കില്ലേ? അത് ഇവിടെ കിട്ടുമല്ലോ. ഈ മലമൂട്ടിട്ടോ? ഈ മലമുട്ടി കിട്ടാത്തായിട്ട് ഒന്നുമില്ല. ദേ, പള്ളിയിൽ മണിയടിച്ചു, ഞാൻ പോയി ചരക്കെടുക്കട്ടെ. നല്ല ഫ്രഷ് പൂ, ഇപ്പോഴും കണ്ടോ അടക്കം ചെയ്തേ ഉള്ളൂ എന്ന് തോന്നുന്നു. എത്ര സ്വീകരണത്തിനുള്ള പൂക്കളാ. ഏത് കുഴിയിൽ നിന്റെ അപ്പൻ കുഴിയുന്നല്ലേ ഈ കുരിശ്? ആ കിടപ്പ് കണ്ടപ്പോ ഞാൻ കരുതി അടുത്ത ഈസ്റ്ററിനെ ഉയർത്തെണീക്കുന്നു. ഇത് ഈ കുഴിവെട്ട് മാത്രമന്റെ സാമ്രാജ്യ. ഇവിടുന്ന് എന്ത് കുത്തി തുറക്കാനാണ് നീ വന്നത്, കള്ളം പാല? പിന്നെ കുത്തി തുറക്കാൻ ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയല്ലേ ഈ കിടക്കുന്നതല്ല. എല്ലാം തന്നെ പോലെ ഇരിക്കുന്ന തലോട്ടിയല്ല. അത് എന്താ ഇതിനകത്തുള്ളത്? എന്റെ തലയോട്ടിയെ കുറ്റം പറഞ്ഞ അല്ല മാത്തപ്പൻ ചേട്ടാ, ഒരു സംശയം. ഇന്ന് മരിച്ച ഇദ്ദേഹം പോയത് സ്വർഗത്തിലേക്കോ അതോ നരകത്തിലേക്കോ? എന്താ സംശയം? നരകത്തിലേക്ക്. എടാ, ഇവിടെ കിടക്കുന്നത് എല്ലാം പോയിരിക്കും നരകത്തിലേക്കാ.
എടാ എത്ര പേർക്ക് കുഴിയിട്ടവനാടാ ഞാൻ സ്വർഗത്തിൽ പോകാൻ യോഗ്യതയുള്ളവനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ മാത്രമേ മനസ്സിലാവും. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ചെറുപുഷ്പം കുറീസ്, ചെറുപുഷ്പം ഫിനാൻസ്, ചെറുപുഷ്പം ഹോസ്പിറ്റല്, ചെറുപുഷ്പം തേങ്ങാക്കോല. അവസാനം മരിച്ചു കഴിഞ്ഞപ്പോ കൂട്ടുകിടക്കാൻ ഈ മാത്തപ്പം മാത്രം. ആട്ടെ, മാത്തപ്പേട്ടന്റെ യാത്ര സ്വർഗത്തിലേക്കാവോ? ഏടാ ഒരു ഫുൾ ബോട്ടിലും തൊട്ട് നോക്കാൻ ഇത്തിരി അച്ചാറും ഉണ്ടെങ്കിൽ ഇത് തന്നെ അല്ലേടാ മാത്തപ്പന്റെ സ്വർഗം. അല്ല നിനക്കെന്തിനീ റീത്തൊക്കെ? അല്ല അസൽ വെടി അടിവാര ഓമനെ ഓർമ്മ വരുന്നു. ഇവനെന്തോടെ പോയി? ഡാ ഡാ ബാല, നീ അടിവാര ഓമനെ അടുത്ത് പോയി കാണൂ. ഇന്ത്യയുടെ അഭിമാനം, കേരളത്തിന്റെ വരദാനം, നമ്മുടെ കിഴക്കേമലയുടെ സ്വർണ്ണ തിളക്കമായ റബേക്ക ഉതുപ്പിന് അഭിവാദനങ്ങൾ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കോച്ച് തോമസ്, ജില്ലാ കളക്ടർ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ, ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, 5000 രൂപയുടെ പൂവും വാങ്ങിയിട്ടുണ്ട്. പിടിക്കാം. നമ്മുടെ പ്രിയങ്കരിയായ റബേക്ക ഉതുപ്പിനെ അനുമോദിക്കാൻ പേര് തന്നിട്ടുള്ള NSS കരയോഗം സെക്രട്ടറി, ജമാഅത്ത് സെക്രട്ടറി, സാംസ്കാരിക വേദി പ്രസിഡന്റ്. ഈ പ്രീസ് മുഴുവൻ കൊണ്ടുപോകുന്ന ക്രിസ്ത്യാനി പെമ്പിള്ളരാ. ഒക്കെ ഈ പള്ളിക്കാരനും പട്ടക്കാരും ഒത്തുകളിയാ. അഞ്ചു ബോബെ ജോർജ്, ഷൈനി ബെൽസൺ, മേഴ്സിക്കുട്ടൻ, ഹിന്ദുക്കൾക്ക് പറയാൻ ആകെ ഒരു PT ഉഷ. ആരായി പറഞ്ഞവരൊക്കെ? മുഖ്യ പ്രഭാഷണത്തിനായി നമ്മുടെ പ്രിയപ്പെട്ട ഫാദർ കാപ്പുകാട്ടിൽ ഈരാളിയെ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ മലയോരത്തിന്റെ പൊന്നാര പൊന്മുത്ത് റബേക്ക ഉതുപ്പിനും അതുപോലെ പരിശീലകനായ തോമസ് സാറിനും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. റബേക്ക ഉതുപ്പിന്റെ പേരിൽ ദേശീയഗാനത്തോടൊപ്പം ഇന്ത്യൻ പതാക ഉയരുന്നത് TV യിൽ കണ്ടപ്പോൾ ഈ മലമൂട്ടിൽ ഒരു വൈദികനായി എത്തിയതിൽ എനിക്ക് അഭിമാനം തോന്നി. ക്രിക്കറ്റാണല്ലോ ഇപ്പോൾ ഇന്ത്യയുടെ ജീവവായു അഥവാ ദേശീയ വിനോദം. കോടികൾക്ക് ലേലത്തിൽ വെച്ചിരിക്കല്ലേ താരങ്ങളെ. ഉടുപ്പിൽ സ്ഥലം തയ്യാതെ അടിവസ്ത്രത്തിൽ വരെ പരസ്യം പൊട്ടിച്ചല്ലേ ബോൾ എറിയുന്നത്. പാവം നമ്മുടെ ഇന്ത്യൻ അത്ലറ്റുകൾ ധനലാഭമോഹമില്ലാതെ പഷ്ണിയിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും പിറവിയെടുത്ത് അർപ്പണബോധത്തോടെയും കഠിനാധ്വാനത്തിലൂടെയും നേടിത്തന്ന വിജയം, അതാണ് മഹത്തരമെന്ന് നമ്മുടെ ഗവൺമെന്റ് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. റബേക്ക ഉതുപ്പിനെ കുറിച്ച് എനിക്ക് വിശേഷിപ്പിക്കാനുള്ള പ്രയോഗം വെളിച്ചം പരത്തിയ പെൻശലഭമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ ജൂനിയർ ഒളിമ്പിക്സിൽ 400 മീറ്ററിൽ 16ാം വയസ്സിൽ ദേശീയ റെക്കോർഡ് ഭേദിച്ചപ്പോൾ വകുപ്പ് മന്ത്രിയുടെ ഒത്താശയോടെ മണ്ണെണ്ണ വിളക്കിന് പകരം ഉതുപ്പിന്റെ വീട്ടിൽ വൈദ്യുതി എത്തി. അതിന്റെ ഫലം അനുഭവിച്ചത് ചുറ്റുവട്ടത്തുള്ള നിർധനരായ 70 കുടുംബങ്ങളാണ്. കിഴക്കേ മലയിലെ